അപ്പോൾ ഗൈസ് നമ്മളിതാ കാപ്പിൽ എത്തിയിരിക്കുകയാണ്. കാപ്പിൽ നിന്ന് ഒരു വ്യൂ ഒക്കെ കണ്ട ശേഷം പയ്യ കാപ്പിൽ ബീച്ചാണ് കേട്ടോ. ബീച്ച് നമ്മളൊരു ഫ്രണ്ടാണ് ഇവിടെ. ഇവനെ കാണാനാണ് മെയിനായിട്ട് വന്നത്. എൻ്റെ ഒരു മീറ്റർ 350 ഉണ്ട്. ഇവിടെ തന്നെയാണ് വീട്. പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ കയറി നമുക്ക് സ്ട്രൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം വളച്ചെടി നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. വളച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു സൂപ്പർ മീറ്റർ 650 നൈസ് സൗണ്ട്. ഫുൾ സെറ്റപ്പാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോവേണ്ടത്. ലെഫ്റ്റ് സൈഡ് വളച്ചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വണ്ടികളും റോഡ് ഫുൾ ഗോപ്രോ സെറ്റപ്പാണ്. ഷാഡോ ഉണ്ടാ മനസ്സിലാവും. ഗോപ്രോ ഹെൽമെറ്റിന് വണ്ടിയിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇതാണ് കാപ്പിൽ ബീച്ചിൻ്റെ ഒരു വ്യൂ വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഫുൾ കായലും റൈറ്റ് സൈഡ് ഫുൾ ബീച്ച് സെറ്റപ്പുമാണ്. ഫുൾ സെറ്റപ്പാണ്. വണ്ടി പെട്ടെന്ന് 100 അടിച്ചു. പെട്ടെന്ന് 100 അടിക്കും. എന്തോ 4.5 സെക്കൻഡ് ഇൻസൈഡിൽ തന്നെ 0 അടിക്കും. 100 അടിക്കും. ആരുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇറക്കിയിട്ട് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിലോട്ട് കളിക്കും. ഇൻഡിക്കേറ്റർ ഇട്ടു എന്ന് പറഞ്ഞ് തോന്നിയ ദിവസം കാണിക്കാമെന്ന് അവൻ്റെ മൈൻഡിൽ. നല്ല സെഡാൻ. ഇതാണ് ബ്രിഡ്ജ്. അവിടുത്തെ നൈസ് ബ്രിഡ്ജാണ്. അപ്പുറം നല്ല വ്യൂ ആണ്. നമുക്ക് അങ്ങനെ നോക്കിയിരിക്കാമല്ലോ. ഓവർടേക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കണമെന്നുണ്ട്. വണ്ടി ഒന്ന് ഫുള്ള് കാണിച്ചിട്ട് നമുക്ക് അടുത്ത അതിലോട്ട് ഇറക്കാം. ജസ്റ്റ് ഒരു ഫൺ വീഡിയോ പോലെ ചെയ്യുവാണ്. ജസ്റ്റ് ഒരു ഇൻട്രാക്ഷന് വേണ്ടി അങ്ങനെ ചെയ്യുവാണ്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാം. ലെഫ്റ്റ് സൈഡിലോട്ട് ഫുൾ റിസോർട്ട്സാണ്. അപ്പുറം സീ ഫുഡ്സൊക്കെ കിട്ടുന്ന ഫുള്ളൊന്ന് ഒതുക്കാം. അതാ പോണം. പിന്നെ അതിനാണ് നേരത്തെ വണ്ടി ഉണ്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് പിടിച്ചത്. തിരക്കാണ് റോഡ്. ഇവിടെ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. ആൾക്കാർ ഭയങ്കര നോട്ടമാണ്. ആൾക്കാർ എവിടെ കൊണ്ടുവച്ചാലും നോട്ടവും, വേറെ റോഡിൽ കൂടി പോകുമ്പോഴും നോട്ടവും, ഫുൾ നോട്ടമാണ്. അപ്പം ഫുൾ നോട്ടമാണ്. ഫുൾ റോഡ് അതോ എല്ലാം പിന്നെ അവിടെ നിൽക്കും. അവന് എന്നെ കണ്ടോളാൻ വയ്യെന്ന് തോന്നുന്നു. ഇപ്പം പോയാലും ഇപ്പുറം പോയാലും അവൻ അപ്പുറം വന്നാലും അവൻ. അപ്പോൾ ഇതാണ് നമ്മളാ ബൈക്ക്. റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ 650 ആണ്. ഒന്നും പറയില്ല. ഫുൾ സെറ്റപ്പാണ് ബൈക്ക്. ഫുൾ റിവ്യൂ പോലെയൊന്നും അല്ല, ജസ്റ്റ് ഒരു റൈഡ് ഓൺ വീഡിയോ പോലെ. ജസ്റ്റ് ഒന്ന് ഫണ്ടിന് വേണ്ടി ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ബീച്ച് നിങ്ങളെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ലോ. നമ്മളിപ്പോൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ വന്നല്ലോ. ഇതാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് നമ്മളാ കയറിയ ബ്രിഡ്ജാണ്. അവിടെ വ്യൂ ഇതാണ് കാപ്പിൽ ബീച്ച് തുടങ്ങുന്ന വ്യൂ വരുന്നത്. റൈറ്റ് സൈഡിൽ ഇപ്പുറത്ത് റിസോർട്ടുണ്ട്. ഇതാണ് വ്യൂ വരുന്നത്. അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അവർ ഫുള്ള് നമ്മളെയാണ് നോക്കുന്നത്, എന്നെയാണ് നോക്കുന്നത്. എന്തോ ലെഫ്റ്റ് സൈഡ് ബീച്ച്, പിന്നെ റൈറ്റ് സൈഡ് ഇതുപോലെ. കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. നിങ്ങൾ വെറുതെ നിങ്ങൾക്കൊക്കെ ഒന്ന് ഇറങ്ങി അടിപൊളിയായിരിക്കും. നമ്മളെ വർക്കലയിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് ഏകദേശം ഒരു മിഡിൽ കല്ലമ്പലത്തിൽ നിന്നൊക്കെ വരുമ്പോൾ കുറച്ച് മിഡിലായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. വർക്കലയിൽ നിന്ന് അടുത്താണ്, ഭയങ്കര അടുത്താണ്. 5 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഫുൾ ഒരു ഗ്രാമീണ ഇതിലൊരു ബീച്ച് സെറ്റപ്പ് അടിപൊളിയാണ്. റൈറ്റ് സൈഡ് നമ്മൾ അവിടെയാണ് നിന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് നിന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ബീച്ച്. എൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് നിൽക്കാമെന്ന് പറഞ്ഞു. ആ കാറുകാരൻ പിന്നെ നമ്മുടെ മുമ്പിൽ. നെക്സ്റ്റ് വൺ കാറുകാരൻ സമ്മതിക്കത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ആ ചുമന്ന സാൻഡ്രോയിലാണ് എന്നോട് ഉണ്ട്. അതിനകത്തുണ്ട്. ജസ്റ്റ് ഇവിടെ വന്നിറങ്ങി ജസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ചില്ല് ചെയ്തിട്ട് പോകാമെന്നും പറഞ്ഞ് ഇതാക്കി നിന്നാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പയ്യെ വീഡിയോ കിട്ടി തുടങ്ങാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.